ശരിക്കും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബൊക്കയിൽ നിന്നുള്ള ആ ജമന്തിയുടെ കമ്പ് പിടിപ്പിച്ചാൽ ഇതുപോലെ പിടിക്കുമോ എന്നുള്ളത്. പക്ഷേ അത് പിടിച്ചിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ നന്നായി നനച്ചു കൊടുത്താൽ നമ്മുടെ ജമന്തി നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും. ആ ഒരു റിസൾട്ടാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ജമന്തിയുടെ ബൊക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയൊരു പർപ്പിൾ ഷെയ്ഡായിട്ടുള്ള വൈറ്റും പർപ്പിളും കൂടിയിട്ടുള്ള ഒരു ജമന്തിയുടെ ബൊക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൊക്കയിൽ ഇതുപോലെ നല്ല നീളമുള്ള കമ്പുകളാണ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വേറെ വെള്ള ജമന്തിയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് ജമന്തി പിടിച്ചു കിട്ടുമോ എന്നുള്ള. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് നമുക്ക് ബൊക്ക കിട്ടിയപ്പോൾ പിടിപ്പിച്ചിട്ടുള്ള ജമന്തി കമ്പുകളാണ് കേട്ടോ. അപ്പോൾ അത് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പിടിക്കും, ഇതിന് നല്ല ചെനപ്പും പൂക്കളൊക്കെ വരും. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. പക്ഷേ ഇതിൻ്റെ ആ തുമ്പത്ത് കണ്ട ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്, അതുപോലെ നമ്മുടെ കമ്പ് ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇങ്ങനെ കറുത്ത് ഇങ്ങനെ താഴ്ന്നു വരും. അതുപോലെ തന്നെ അടിയിൽ നിന്നും ഇതേപോലെ വേര് പിടിക്കാതെ ഇതേപോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ കമ്പ് കുത്തി വെച്ചിട്ട് നനച്ചു കൊടുക്കുമ്പോൾ ഇതിന് നന്നായി പൂക്കളും നല്ല മുട്ടും ചെനപ്പൊക്കെ വരും. പക്ഷേ വേര് പിടിക്കില്ല. ഇതുപോലുള്ള കമ്പ് വേര് പിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇതെങ്ങനെ വേര് പിടിപ്പിക്കാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ വേര് പിടിപ്പിച്ച തൈകളാണ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, 3-4 എണ്ണം. അപ്പോൾ ആ റിസൾട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെനപ്പ് വരൂലേ, ആ ചെനപ്പിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഇങ്ങനെ പറിച്ചെടുത്താൽ നമുക്കിത് ഇങ്ങോട്ട് പോരും. അപ്പോൾ നല്ല കുറച്ച് മൂത്ത ചെനപ്പുകൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ചെയ്താലാണ് നമുക്കിതിൻ്റെ ഒറിജിനൽ തൈകൾ കിട്ടുക. ഈ കമ്പുകൾ നമുക്കത് ഉണങ്ങി പോവുള്ളൂ കുറേ കഴിയുമ്പോൾ. പക്ഷേ അത് ലാസ്റ്റ് ആ കമ്പ് ഫുള്ളായിട്ട് ഉണങ്ങുന്നത് വരെ ചെനപ്പുകളും മുട്ടുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആ ചെനപ്പുകൾ എടുത്ത് പിടിപ്പിച്ചതാണ് ഞാൻ ഈ ഒരു ക്യാനിൽ കേട്ടോ. അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു 4 തൈകളുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ വേരും അതുപോലെ തന്നെ മുട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ കന്നാസിലായിരുന്നല്ലോ നമ്മുടെ ജമന്തിയുടെ ആ കമ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചീര നിൽക്കുന്നുണ്ട്. അത് വെറുതെ മുളച്ച് വന്നതാണ് കേട്ടോ, കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൽ ഞാൻ ആ കമ്പൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ആ കമ്പിൻ്റെ ചെനപ്പുകൾ മാത്രം പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല പൊട്ടി മിക്സ് ആയിരുന്നു. നമുക്കത് ഇതിലിപ്പോൾ 4 തൈകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി പോട്ടിങ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കുക. ഓരോ തൈകൾ സെപ്പറേറ്റ് ആയിട്ട് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ആദ്യം നട്ടുപിടിപ്പിക്കാൻ തന്നെ നമ്മൾ വലിയ ചെടിച്ചട്ടി എടുക്കാതെ ഇതുപോലെ ചെറിയ ചട്ടിയിൽ നമ്മുടെ ആ ചെറിയ തൈകളുണ്ടല്ലോ അത് നട്ടുപിടിപ്പിക്കുക. നല്ല പോട്ടി മിക്സൊക്കെ കൊടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇനി ആ തൈകൾ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം എനിക്ക് നല്ല വേരൊക്കെ ഉള്ള നല്ല തൈകളാണ് അത് പിടിച്ചു വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഗ്രോത്ത് കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഞാൻ പൊട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ നല്ല ചുമപ്പ് കളറുള്ള ഈ മണ്ണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇത്ര ചുമന്ന കളർ മണ്ണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇതുപോലെ ചുമന്ന കളർ മണ്ണാണ്, തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്ന് വല്ലവരും ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ കൊടുത്തു വിടണതാണ് കേട്ടോ ഓരോ ചാക്ക് മണ്ണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണാണ് ഈ കറുത്ത കളർ. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക മണലും കൂടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വേരോട്ടൊക്കെ കിട്ടാൻ പറ്റിയ മണ്ണാണ് ഈ നാട്ടിലെ മണ്ണ്. അപ്പോൾ അതും ചുമന്ന മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടിയിട്ടാണ്, ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കരിയില ഉപയോഗിക്കുന്നില്ല, എപ്പോഴും ഞാൻ കരിയില ഉപയോഗിക്കാറ്. പക്ഷേ ഇനി നമുക്ക് ഈ പോട്ടി മിക്സ് നിറച്ചിട്ട് നമ്മുടെ ആ ചെടി ചെറുതായിട്ട് വലുതായി വരുമ്പോൾ, ചെറുതായിട്ടല്ല നമ്മുടെ ആ ചെടി വലുതായി വരുമ്പോൾ നമുക്കിത് മാറ്റണമല്ലോ, വലിയ പോട്ടിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ നമുക്ക് കരിയിലൊക്കെ നിറച്ചിട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിലല്ലേ നടണം. അപ്പോൾ ഇതുപോലത്തെ പൊട്ടി മിക്സ് മതി. അപ്പോൾ ആദ്യം നല്ല ഹോൾസൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുക. വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോവുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും കെട്ടിക്കിടക്കരുത്. അപ്പോൾ നല്ല ഹോളുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറിയ ചെടിച്ചട്ടിയാണ് ഇട്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മണ്ണും ചുമന്ന മണ്ണും അതുപോലെ മണലും പിന്നെ ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സാണ് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഈ 3 മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് അതാണ് ചേർക്കാത്ത കേട്ടോ.
പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഈ ചാണകം ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ചാണകം നല്ല നല്ല വളമാണല്ലോ, അപ്പോൾ അതും ഇല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ചാണകം അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ചാണകം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ തൈ പറിച്ച് നടാം. അപ്പോൾ ആദ്യം ചകിരി ഇട്ട് എന്നിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിത് ഈ തൈ ഒന്ന് പറിച്ച് നോക്കാം. ഇതിനെന്തോരം വേര് വന്നിട്ടുണ്ട് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെറിയൊരു ജമന്തി തൈയാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ വേര് നോക്കിക്കുക, നല്ല വേര്, നല്ല അടിപൊളിയായിട്ട് വേര് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ബൊക്കയിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളത്. അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബൊക്കയിലുള്ള കമ്പ് നട്ടാൽ ഇങ്ങനെ പിടിക്കുന്നു, ചിലവർക്ക് പിടിക്കില്ല, അത് കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കും കരിഞ്ഞു പോയി. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഇതുപോലെ ചെനപ്പെടുത്തിട്ട് വെച്ച് ലാസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇത് കരിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇത് എനിക്ക് ബൊക്ക സമ്മാനിച്ച ഓട്ടോ ഡ്രൈവർ ഉണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് പിന്നെ എനിക്ക് ബൊക്ക തന്നത്. അപ്പം അവർക്ക് എന്തോ കല്യാണത്തിനൊക്കെ അവർ ബൊക്ക സെറ്റ് ചെയ്തിട്ട് കൊടുക്കണതാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് ബൊക്ക കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായിട്ടുള്ള ഫോട്ടോ എനിക്ക് വിട്ടുതരും. എന്നോട് പലരും ഞാനിത് നിങ്ങൾ പിടിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിക്കേണ്ടത് അത് പിടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫോട്ടോ വിട്ടു കൊടുക്കാൻ നേരത്തെ എൻ്റെ കമ്പ് ഇങ്ങനെ കരിഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ചെനപ്പ് പിടിപ്പിച്ചിട്ടുണ്ടായതാണ് ഈ തൈകളിട്ട. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിന് മാത്രം ചെറുതായിട്ട് വേര് വന്ന് തുടങ്ങണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഉറപ്പില്ല. ബാക്കി ഈ 3 തൈകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ് കേട്ടോ. നല്ല വേര് വന്നിട്ടുണ്ട്, പിന്നെ ചെറിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പോട്ടി മിക്സിൽ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ കുറേ കമ്പ് ബൊക്കയിൽ നിന്ന് കുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ആ ചെനപ്പ് പറിച്ചിട്ട് നമുക്ക് നമ്മുടെ പഴയ ക്യാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ക്യാനിൽ നല്ലൊരു ഇതാണ് കേട്ടോ, പൊട്ടി മിക്സാണ് കേട്ടോ ഈ ക്യാനിൽ ഞാൻ നിറച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ എങ്ങനെയാണ് ഈ ക്യാൻ സെറ്റ് ചെയ്തെന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്യാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ ഈ ചെനപ്പ് പറിച്ച് വെക്കട്ടെ. കുറച്ച് മൂത്ത ചെനപ്പ് നോക്കിയിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഈ കമ്പ് ഫുള്ളും കരിഞ്ഞ് പോകുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെനപ്പുകൾ വരും, അത് നമുക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അതേപോലത്തെ ആ ചെനപ്പുകളൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല രസമുള്ള കളറാണ്, വെള്ളയും അതുപോലെ തന്നെ ചെറിയൊരു പർപ്പിൾ ഷെയ്ഡും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നേരത്തെ നട്ടത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് ആയിട്ടുള്ള ജമന്തിയാണ്. ഇത് പർപ്പിൾ ഷെയ്ഡ്. പിന്നെ മഞ്ഞ ജമന്തി ഉണ്ട്, അതൊക്കെ മേടിച്ചിട്ട് വെച്ച തൈകളാണ് കേട്ടോ. അതിനൊരു ചെറിയ കരിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് കൊടുക്കണം. പിന്നെ ഈ പൂവ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പുതിയ പൂക്കൾ വിരിഞ്ഞത് തന്നെയാണ് നമുക്ക്. ഇനിയും ഇതിൽ പൂക്കളൊക്കെ വരും, ഈ ചെനപ്പ് വരുന്നതിന് പൂക്കളൊക്കെ വരും. പക്ഷേ ആ വലിയ കമ്പ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. അതിന് നമുക്ക് സാസ് പരട്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ കമ്പുകൾ സാസ് പരട്ടി നടുകയാണെങ്കിൽ നമുക്ക് പിടിച്ച് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ സാസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ പരട്ടാം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. ഇനിയും ഇതുപോലെ ഒരുപാട് ബൊക്കകൾ കിട്ടുമ്പോൾ ഇതുപോലെ പിടിപ്പിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ AI കാണിച്ചില്ലേ നല്ല ജമന്തിയുടെ അടിപൊളി തോട്ടം, അതേപോലെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മൾ എന്താ ആഗ്രഹിച്ചോ അതിലേക്ക് എത്താനുള്ള പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു ചെടി കണ്ടാ, ഈ ചെടിയുടെ പേര് പിന്നെ കുതിരക്കൊമ്പൻ എന്നാണ് കേട്ടോ. കുതിരച്ചെവിയോ കുതിരക്കൊമ്പൻ അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ അതിനൊരു മുട്ടിട്ടിട്ട് കണ്ട നല്ല രസമുണ്ട് അല്ലേ, അത് വിരിഞ്ഞിട്ടില്ലേ. എനിക്കിത് എൻ്റെ താത്ത നാട്ടിൽ നിന്ന് ഈ ചട്ടിയോടുക്കനെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ആ ചട്ടിയിൽ അങ്ങനെ നിൽക്കും, ഇടയ്ക്ക് വേറെ വേറെ തൈകൾ വരും. അങ്ങനെയൊക്കെ ആയിട്ട് പറിച്ച് നട്ടിട്ട് ഉണ്ടായിട്ടില്ല, പക്ഷേ നല്ല തൈയാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നമ്മളിതാ ഈ സംഭവം ജമന്തിനെ കൊടുന്ന് വെച്ചിട്ട്